ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ ആർത്തവ വിരാമം, അതായത് മെനോപോസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതുപോലെ സ്ത്രീകളിലെ ആ മെനോപോസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും, അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, വീട്ടുകാർ അതായത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് അവരോട് എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം ഈ ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ മെനോപോസ് എന്ന് പറയുന്നത്, അതായത് ഒരു 50 വയസ്സിന് മുകളിലോട്ട് അല്ലെങ്കിൽ 40 വയസ്സ് മുതൽ 54 വയസ്സ് വരെയാണ് ഈ മെനോപോസ് ഉണ്ടാവാനിൽ മിക്കവാറും സ്ത്രീകളിൽ കാണുന്നത്. അപ്പം ഈ മെനോപോസ് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ 1 വർഷം വരെ മെൻസസ് ആവാതിരിക്കുക, അങ്ങനെയാണ് മെനോപോസിലേക്ക് വരുന്നത്. പിന്നെ അതായത് കൃത്യമായിട്ടുള്ള എല്ലാത്ത ഇടവേളകളിൽ ഇപ്പം 2-3 മാസം കൂടുമ്പോൾ ഉണ്ടാവുന്ന മെൻസസ്, അതൊക്കെ മെനോപോസിലേക്ക് എത്താനുള്ള കാരണങ്ങളാണ്. അതായത് ഈ മെനോപോസ് എന്ന് പറയുന്നത് നമ്മളെ ഈസ്ട്രജൻ ഹോർമോണില്ലേ, അതിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ മെനോപോസ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് വരുന്നത്. അപ്പം ഈ മെനോപോസ് കൊണ്ട് നമ്മളെ ശരീരത്തിലുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ലക്ഷണങ്ങൾ എന്തെല്ലാമൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഫസ്റ്റ് തന്നെ ഉള്ളതാണ്, നമുക്ക് പെട്ടെന്ന് സങ്കടം വരിക, അകാരണങ്ങളാൽ സങ്കടം വരുന്ന, കരയുന്ന, അങ്ങനെ ഒരു ഇത്. പിന്നെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ചെറിയൊരു കാരണം മതി പെട്ടെന്ന് ദേഷ്യപ്പെടും, മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുക, സിറ്റുവേഷൻസ് നോക്കാതെ സംസാരിക്കുക, ആൾക്കാരുണ്ടോ എന്ന് നോക്കാതെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുക, അതൊക്കെ മെനോപോസിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. പിന്നത്തേതാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, അതായത് നമ്മൾ വേസ്റ്റാണ്, അങ്ങനെ ഒരു ചിന്താഗതി, നമുക്ക് കഴിവില്ല, അങ്ങനെയില്ല, അതായത് സെക്ഷലി ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഒരു കഴിവില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്താഗതി വരുന്നതാണ് വേറൊരു ലക്ഷണം. പിന്നെ ശരീരത്തിൽ ഭയങ്കര ക്ഷീണം കാണിക്കുന്നത്, കാരണം നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല എനർജറ്റിക് ആയിട്ട് ഒരു ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപഴകാനുള്ള ഒരു എനർജിയോ ഒന്നും കാണിക്കാതെ ഒരു ഒറ്റയ്ക്ക് നിൽക്കാനില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനില്ല ഒരു ചിന്താഗതി വരുന്നത്, മറ്റുള്ളവരായിട്ട് ഇടപഴകാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നത്. പിന്നെ വേറെന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഈ കാർഡിയാക് അറസ്റ്റ് കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 25 മുതൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കല്ല വരുന്നത്, 50 മുതൽ ഏജ് കൂടുതലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും കാർഡിയാക് അറസ്റ്റ് വരുന്നത്. അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്ട്രജൻ ഹോർമോണാണ്. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ്, അതായത് ഫാമിലിയിലെ ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ, അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഫസ്റ്റത്തേതെന്ന് വെച്ചാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള നിർബന്ധിക്കുക, നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതായത് അയൺ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, മുത്താറി അതുപോലെയുള്ള ഭക്ഷണങ്ങൾക്ക് അയൺ കൂടുതലുള്ളതാണ്, അത് കൊടുക്കുക. രണ്ടാമത്തെ പറഞ്ഞാൽ കാൽസ്യം കൂടുതലുള്ള മുട്ട, പാല് ഡെയിലി കൊടുക്കാനാക്കുക. പിന്നത്തേതെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറയുക, വെള്ളം കുടിപ്പിക്കുക, അതായത് അവരെ കെയർ ചെയ്യുക, കൂടുതലായിട്ടും കെയർ ചെയ്യുക. പിന്നെ ഈസ്ട്രോജൻ അടങ്ങിയ ഫുഡ്, നാച്ചുറൽ ഈസ്ട്രോജൻ അടങ്ങിയ ഫുഡാണ് പച്ച പപ്പായ, അതുപോലെ തന്നെ ചിയാ സീഡ്സ്, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 30-35 വയസ്സിൽ അതിൽ കൂടുതലാവുമ്പോൾ തന്നെ ഫൈബ്രിനോയിഡ് പോലത്തെ രോഗങ്ങൾ വന്ന് നമ്മളെ ഈ യൂട്രസ് റിമൂവ് ചെയ്യും. അപ്പം ഓവം റിമൂവ് ചെയ്യുന്നത് പോലെ യൂട്രസ് റിമൂവ് ചെയ്യും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേ സ്റ്റേജ് കടന്നു പോകുന്നവരായിരിക്കും. ഈ യൂട്രസ് റിമൂവ് ചെയ്തതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതേ സ്റ്റേജ് കടന്നു പോകുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഹോർമോണിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുവരിക. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപഴകിക്കുക, അതായത് വെറുതെ ഒരു സ്ഥലത്ത് കൂടി നിൽക്കാതെ, അതായത് വീട്ടിൽ തന്നെ ഇരിക്കാതെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇടപഴകുക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക, അവരെ എല്ലാ ആക്ടിവിറ്റീസിലും കൂടെ ചേർക്കുക. പിന്നെ സാധാരണ ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് കൂട്ടി നല്ല രീതിയിൽ, അതായത് പുറത്ത് കൊണ്ടുപോകുന്നതാണെങ്കിലും നേച്ചേഴ്സുമായിട്ട് കൂടുതൽ ഇടപഴകാൻ വേണ്ടി ശ്രമിക്കാം. അവരുടെ താല്പര്യങ്ങൾ എന്തായിരുന്നു അതിലോട്ട് കൂടുതൽ ഇടപഴകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ ഒരു സ്റ്റേജൊക്കെ അവർ മറികടന്ന് സാധാരണ രീതിയിൽ തന്നെ ആവും. കാരണം കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല.
കാരണം ഇവളെന്താ ഇങ്ങനെ, കാരണം നോർമലായിട്ടുള്ള ഒരാൾ ഇങ്ങനൊരു സ്വഭാവം കാണിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ടെൻഷൻ അടിച്ച് ഒരു സൈഡിലിരിക്കുക, അകാരണങ്ങളായിട്ട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാമിലി മെമ്പേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഭർത്താവിനായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ അവരെന്താ പറയുക, അമ്മക്ക് എന്താ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, ഇത്രയും കാലമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ അമ്മ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അമ്മക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലെ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.